മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPM സംസ്ഥാന സമിതി അംഗവുമായ പി ശശി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നതായി സൂചന. പാർട്ടിയിലെ തന്ത്രപ്രധാന ഉത്തരവാദിത്തങ്ങളിലേക്കില്ലെന്ന നിലപാടിലാണ് ശശി. പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെ നിയമപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് മുന്നോട്ട് പോകാനാണ് നീക്കമെന്നാണ് വിവരം. നിലവിൽ കണ്ണൂരിലെ CPM രാഷ്ട്രീയം ആഭ്യന്തര തർക്കങ്ങളാലും വിഭാഗീയതകളിലും കലങ്ങിമറിയുന്ന സാഹചര്യത്തിലാണ് വിവാദങ്ങളിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ബോധപൂർവം അകന്നു നിൽക്കാനുള്ള അപ്രതീക്ഷിത തീരുമാനം. നിലവിൽ CPM സംസ്ഥാന സമിതി അംഗമായ പി ശശി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. പാർട്ടിയുടെ ശക്തമായ കോട്ടയായ കണ്ണൂരിലെ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാനായിരുന്നു താൽപര്യം. എന്നാൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല. തലശ്ശേരിയിൽ മത്സരിക്കാൻ അനുമതി ലഭിക്കാതിരുന്നതും തുടർന്ന് പാർട്ടിക്ക് അകത്തും പുറത്തും ഉയർന്നു വന്ന കടുത്ത ആക്ഷേപങ്ങളും ഇത്തരമൊരു ചിന്തയിലേക്ക് നയിച്ചതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പോലീസ് ഭരണം, ആഭ്യന്തര വകുപ്പിലെ അനാവശ്യ ഇടപെടലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻപുയർന്ന കടുത്ത ആരോപണങ്ങളും PV അൻവർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ പരസ്യമായ വെല്ലുവിളികളും പി ശശിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ശശിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ രംഗത്ത് വന്നതും കണ്ണൂരിലെ പഴയ അധികാര സമവാക്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയൊരു വിവാദത്തിനു കൂടി വഴിമരുന്നിടാൻ ശശിക്ക് താൽപര്യമില്ല. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി പിന്നാക്കം പോകുമെങ്കിലും തന്റെ അഭിഭാഷക പരിചയവും നിയമപാഠവും ഉപയോഗിച്ച് പൊതുരംഗത്ത് സജീവമായിരിക്കാനാണ് ശശിയുടെ തീരുമാനം. ഇതിനായി രൂപീകരിച്ച പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന നിയമപരമായ പ്രതിസന്ധികളിൽ ഇടപെടുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുകയുമാണ് സംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി EK നയനാരുടെ കാലം മുതൽക്കേ മുഖ്യമന്ത്രിമാരുടെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിളങ്ങിയ ചരിത്രമാണ് പി ശശിക്കുള്ളത്. പിണറായി വിജയൻ മന്ത്രിസഭയിലും പാർട്ടിയുടെയും സർക്കാരിന്റെയും അണിയറയിലെ കരുത്തുറ്റ ചാണക്യനായി ശശി പ്രവർത്തിച്ചു. എന്നാൽ കണ്ണൂർ ലോബിയിലെ ആഭ്യന്തര തർക്കങ്ങൾ മുറുകിയതോടെ ശശിയും പാർട്ടിയിൽ വല്ലാത്തൊരവസ്ഥയിലായി. അധികാര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ നിന്നും നിയമസഹായ വേദികളിലേക്ക് ചുവടുമാറ്റുന്നതിലൂടെ പാർട്ടിയിലെ തന്റെ എതിരാളികളുടെ വായടപ്പിക്കാമെന്നും പി ശശി കരുതുന്നു. സീറ്റ് നിഷേധിക്കപ്പെട്ടതിലുള്ള അതൃപ്തി പരസ്യമാക്കാതെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ വഴി സ്വീകരിക്കുന്നത് പാർട്ടി അച്ചടക്ക ലംഘനമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. കണ്ണൂരിലെ CPM കോട്ടകളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ കാലയളവിൽ പി ശശിയെ പോലൊരു പ്രമുഖ നേതാവ് പിൻവാങ്ങുന്നത് പാർട്ടി അണികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ നിഴലായിരുന്ന ഒരാൾ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും പാർട്ടി വേദികളിൽ നിന്നും അകലം പാലിക്കുന്നത് പുതിയ അധികാര സമവാക്യങ്ങളുടെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗങ്ങളിലും മറ്റ് പാർട്ടി പരിപാടികളിലും പി ശശിയുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. പാർട്ടിയുമായി പൂർണ്ണമായി ബന്ധം വേർപെടുത്താതെ തന്നെ ദൈനംദിന രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കും. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ അണിയറ കഥകളിൽ എന്നും നിറഞ്ഞു നിന്ന കണ്ണൂരിലെ ആ കരുത്തൻ ഇനി നിയമത്തിന്റെ വഴിയാകും സഞ്ചരിക്കുക.